അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മൈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖ്നാകും മിൻ സക്കരിൻ വ وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. അല്ലയോ മനുഷ്യരെ, നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും അത്രേ. പിന്നെ നിങ്ങളെ സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കി നിങ്ങൾ പരസ്പരം പരിചയപ്പെടേണ്ടതിന്. നിങ്ങളിൽ ഏറ്റവും ദൈവഭക്തിയുള്ളവരാകുന്നു അള്ളാഹുവിൽ ഏറ്റവും ഔന്നിത്യമുള്ളവർ. അള്ളാഹു എല്ലാം അറിയുന്നവനും തികഞ്ഞ ബോധമുള്ളവനുമാകുന്നു. പ്രിയ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്താണ് ഞാനിവിടെ അർത്ഥസഹിതം ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് മുഴുവൻ മനുഷ്യ സമൂഹത്തെയും അഭിസംബോധന ചെയ്യുകയാണ്. ലോകത്ത് എക്കാലവും വ്യാപകമായ കുഴപ്പത്തിന് കാരണമായി തീർന്ന ഒരു വമ്പിച്ച തിന്മയുടെ അടിവേരറുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ. ചില കുടുംബത്തിലെ, ഗോത്രത്തിലെ, വർഗത്തിലെ ജനിച്ച ആളുകൾ ഉന്നതരും അതിന് പുറത്തുള്ള ആളുകളെ നീചരും മ്ലേച്ഛരുമായിട്ട് കാണുന്ന സമ്പ്രദായം പണ്ട് മുതലേ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. മറ്റ് സമുദായങ്ങളിൽ നമുക്ക് അത് കാണാൻ സാധിക്കും. ബ്രാഹ്മണരെ ഉന്നത കുലജാതരായിട്ട് കണക്കാക്കുകയും മറ്റുള്ളവരെ അവർ താഴ്ന്ന ജാതിക്കാരായും കാണുന്നു. അതേപോലെ തന്നെ കറുത്തവർ വെളുത്തവർ എന്നുള്ള ഒരു വിവേചനം ഇന്നും അമേരിക്കയിലും ആഫ്രിക്കയിലും നമുക്ക് കാണാൻ സാധിക്കും. കറുത്ത വർഗക്കാർക്കെതിരെ ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിടുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ മൃഗീയമായ നിലപാടാണ് മനുഷ്യരോട് അവർ സ്വീകരിക്കുന്നത്. അവർ മനുഷ്യരായിട്ട് പോലും കാണാത്ത ഒരവസ്ഥ. ഈ ഒരു ആയത്തിലൂടെ 2-3 യാഥാർത്ഥ്യങ്ങളാണ് മനുഷ്യരെ അള്ളാഹു ഉണർത്തുന്നത്. ഒന്നാമത് പറഞ്ഞത്, നിങ്ങളുടെ വംശപരമ്പര എന്ന് പറയുന്നത് ഒരേ ഒരു മാതാപിതാക്കളിൽ നിന്നാണ്, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. പിന്നീട് രണ്ടാമത് പറയുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നിങ്ങളെ സമുദായങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആക്കിയത് പരസ്പരം പെരുമ നടിക്കാനൊന്നുമല്ല, നിങ്ങൾ പരസ്പരം പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മൂന്നാമത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നിങ്ങളിൽ ഏറ്റവും ദൈവഭക്തിയുള്ളവരാകുന്നു അള്ളാഹുവിൽ ഏറ്റവും ഔന്നിത്യമുള്ളവർ എന്നാണ്. അതായത് നമ്മുടെ മനുഷ്യരുടെ വംശപരമ്പര എന്ന് പറയുന്നത് ഒരേ ഒരു മാതാപിതാക്കളാണ്. സൃഷ്ടാവും ഒന്നാണ്. നമ്മൾ ഉന്നതർ വേറെ, നീചർ വേറെ, അങ്ങനെയൊക്കെ പല ടൈപ്പിലും സൃഷ്ടിക്കണമെങ്കിൽ പല ദൈവങ്ങളും വേണം. ഇത് അള്ളാഹു ഒരേ ഒരു ദൈവമാണ്. നിങ്ങളെ നിങ്ങളെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച പദാർത്ഥം എന്ന് പറയുന്നത് ഒരേ പദാർത്ഥമാണ്. ഉന്നതർക്ക് നല്ല മുന്തിയ പദാർത്ഥവും നീചർക്ക് താണതും അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ജനന രീതിയും ഒന്നാണ്. നമ്മൾ ചില സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇത് ക്വാളിറ്റിയുള്ള ചില സാധനങ്ങൾ, പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അത് ഈട് നിൽക്കും. അതേസമയം അതിനെ ഉണ്ടാക്കിയ സാധനങ്ങൾ, അതിനെ ഉണ്ടാക്കാൻ എടുത്ത സാധനങ്ങൾ താണതാണെങ്കിൽ അത് വേഗം നശിച്ചു പോകും. അത് സ്വാഭാവികമാണ്, അല്ലെ? നമുക്കത് ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. നല്ലതാണെങ്കിൽ അത് ഈട് നിൽക്കും, ഇല്ലെങ്കിൽ അത് നശിച്ചു പോകുന്നത്. പക്ഷേ മനുഷ്യരങ്ങനെയല്ല. എല്ലാവരെയും ഒരേ പദാർത്ഥം കൊണ്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരേ ഒരു ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നീട് പറയുന്നത്, നിങ്ങളെ ഗോത്രങ്ങളും സമുദായങ്ങളും ആക്കിയത്, അങ്ങനെ ആക്കിയിട്ട് വിഭജിക്കപ്പെട്ടത് നിങ്ങൾ പരസ്പരം പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഉന്നതർ, താഴ്ന്നവർ, മാന്യന്, നീചർ, ശ്രേഷ്ഠർ, നികൃഷ്ടർ എന്നിങ്ങനെ ഉച്ചനീചത്വങ്ങൾ കൽപ്പിക്കപ്പെടുകയോ അതുപോലെ തന്നെ ഒരു വർഗം മറ്റേ വർഗത്തെ മേൽ ശ്രേഷ്ഠത അവകാശപ്പെടാൻ വേണ്ടിയോ എല്ലാം.
അങ്ങനെ അവർക്കിടയിൽ പരിചയപ്പെടാനും സഹകരിക്കാനുമുള്ള സ്വാഭാവികമായ രീതി മാത്രമാകുന്നു അത്. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ഈ ഒരു രീതിയിലൂടെ കുടുംബം, ഗോത്ര, വംശം, ജനത എന്നിങ്ങനെ ആളുകൾ ഒന്നിച്ചു ചേർന്ന് കൂട്ടായ ഒരു സമൂഹം നിർമ്മിക്കുക. അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരസ്പരം സഹായികളാവുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നീട് പറഞ്ഞത്, ഇത് ഇങ്ങനെ മനുഷ്യർ പരസ്പരം പെരുമയും ശ്രേഷ്ഠതയും കൽപ്പിക്കാൻ വല്ല അടിസ്ഥാനവും ഉണ്ടെങ്കിൽ അത് സ്വഭാവ ശ്രേഷ്ഠതയാകുന്നു. അല്ലാതെ ജന്മന മനുഷ്യരെല്ലാവരും സമന്മാരെ തന്നെയാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതരെന്ന് അവകാശപ്പെടാൻ ആർക്കെങ്കിലും അങ്ങനെ അവകാശപ്പെടാൻ യോഗ്യത ഉണ്ടെങ്കിൽ അത് ദൈവഭക്തി ഒന്നുകൊണ്ട് മാത്രമാകുന്നു. നമ്മളിപ്പോൾ മനുഷ്യരിൽ ചിലപ്പോൾ നമുക്ക് അടുത്ത ബന്ധുക്കൾ, അകന്ന ബന്ധുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് സ്വാഭാവികമാണ്. നമ്മളുമായിട്ട് അടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും. പിന്നെ കുടുംബത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ന് പറയുന്നത്, അള്ളാഹുവിന് എല്ലാവരും സമന്മാരാണ്. അങ്ങനെ ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമെങ്കിൽ അത് ദൈവഭക്തി കൊണ്ട് മാത്രമാണ്. അത് നിങ്ങൾ ഏത് കുടുംബത്തിൽ പിറന്ന ആളുകളാണെങ്കിലും അള്ളാഹു പറഞ്ഞതുപോലെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവരായിരിക്കും അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ഉത്തമർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അള്ളാഹു ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യവർഗത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് ഗോത്രങ്ങളും പിന്നെ സമുദായങ്ങളും ഒക്കെ ആക്കി വിഭജിക്കപ്പെട്ടത് അവർ പരസ്പരം പരിചയപ്പെടാനും സഹായിക്കാനും സഹവർത്തിത്വത്തോടെ മനുഷ്യരെ നമ്മൾ മറ്റു മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ സഹായികളായി മുന്നോട്ട് പോകുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കലാം ശരിയായി നന്നായി മനസ്സിലാക്കി പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കാനും നാം ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.